അപ്പോൾ ഞാനിപ്പോൾ വെളിയെ എത്തിയേക്കാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ വെളിയെ എത്തിയേക്കാണ്. നാളെ നമ്മളൊരു എറണാകുളം യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൂടെ സിന്ധാൻ്റെയും കിങ്ങിണിയും വരുന്നുണ്ട്. അമ്മയുടെ അനിയത്തിയാണ്. പിന്നെ കിങ്ങിണി ഞാൻ ഓൾറെഡി വ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ബിന്ദാൻ്റി എറണാകുളത്താണ് ആൻറ്റി ജോലിയൊക്കെ ചെയ്യുന്നത്. എൻ്റെ വീട് അവിടെയാണ്. പിന്നെ കണ്ണനുണ്ണി അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നാളത്തെ ഇന്നത്തെ കൂടെ ചേർത്തൊരു വ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നിപ്പോൾ സമയം ഒരു 9 മണി ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തിയിട്ടേ ഉള്ളൂ. ചേട്ടായി ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വന്നത്, അതുകൊണ്ട് ഇപ്പോൾ ഉറങ്ങാൻ പോയി. ഞാൻ ഇനിയൊന്ന് കുടുംബത്തോട്ട് പോവാം, ആൻറ്റി കിങ്ങിണിയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. സോ അപ്പോൾ ഇന്നത്തെ നാളത്തെ കൂടെ ചേർത്തൊരു വ്ലോഗാക്കാമെന്ന് കരുതി എടുത്തതാണ്. അപ്പോൾ ഇനി വഴിയെ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആൻറ്റിയുടെ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയില്ല, അമ്മ വണ്ടിയും കൊണ്ടുപോയി. അമ്മ BL ആണ്, അപ്പോൾ സ്ലിപ്പെല്ലാം കൊടുക്കാൻ പോയിരിക്കുക. സോ ഞാൻ കുളിച്ചിട്ട് ഇപ്പോൾ ആൻറ്റിയുടെ അങ്ങോട്ടൊക്കെ പോകാൻ ഇറങ്ങിയേക്കാണ്. വെയിൽ കാരണം കുളിച്ചിട്ട് ഷോളൊക്കെ ഇട്ട് നടന്നു പോവുകയാണ്. എൻ്റെ കൂടെ കിങ്ങിണിയും വന്നു, പിന്നെ ബാലുവും ഗൗരി എല്ലാവരും വീട്ടിലോട്ട് വന്നു. പിന്നെ കുറേ നേരം ഗെയിം കളിയായിരുന്നു. അപ്പോൾ നമ്മളിതിലെ പേരൊരെണ്ണം പറഞ്ഞിട്ട് അതിനെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കൊണ്ട് പറയിക്കുന്ന ഗെയിം. അപ്പോൾ പലാസോയൊക്കെയാണ് വാക്ക് കൊടുത്തത്. അപ്പോൾ ബാലുവിന് എന്താണെന്ന് അറിയത്ത് പോലും ഇല്ല. അപ്പോൾ കിങ്ങിണി വല്ലാണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എറണാകുളം പോകാൻ ഇറങ്ങിയേക്കാണ്. ഞാൻ, ആൻറ്റി, കിങ്ങിണി, ചേട്ടായിയാണ് പോകുന്നത്. നമ്മൾ കാറിലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മണ്ണാർശാല അമ്പലത്തിലും ഇറങ്ങണം. ഒരുപാട് അകത്ത് നടക്കാനുണ്ട്. അപ്പോൾ തൊഴുതിന് ശേഷം അമ്മ ഇപ്പം മാറിയിട്ടുണ്ട്, പുതിയതായിട്ടുള്ള അമ്മ. ഇപ്പോൾ പഴയ അമ്മ മരിച്ചു പോയതിന് ശേഷം ഇപ്പോൾ അവർക്ക് ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അമ്മയൊന്നും കാണാൻ നമുക്ക് പറ്റത്തില്ല അവിടുത്തെ അമ്മയെ. പിന്നെ തൊഴുതതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേർച്ചയ്ക്കായിട്ടുള്ള ഉണ്ണിയപ്പവും പായസവും ഒക്കെ വാങ്ങിച്ചു. അതിനുശേഷം അവിടുന്ന് തിരിച്ച് എറണാകുളത്തോട്ട് വീണ്ടും തിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും, ഫാമിലിയിൽ എല്ലാവർക്കും മണ്ണാർശാല ഭയങ്കര വിശ്വാസമാണ്. കണ്ണനുണ്ണി അവിടെ നമുക്ക് എനിക്ക് കുഞ്ഞില്ലാതിരുന്നപ്പോൾ അവിടെ ഉരുളി കമ്മിറ്റി അങ്ങനെയൊക്കെ കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. മാങ്ങ സീസൺ ആയതുകൊണ്ട് എവിടെ നോക്കിയാലും നല്ല ക്യൂട്ടായിട്ട് മാങ്ങ അല്ലെങ്കിൽ കുലച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇറങ്ങി പാതി വഴിയിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ ലോങ് ജേർണിക്ക് ശേഷം നമ്മൾ ഒരു ഉച്ചയോട് കൂടിയൊക്കെ എറണാകുളത്തെത്തി. അപ്പോൾ ഇതാണ് ബിന്ദാൻ്റിയുടെ വീട്. അപ്പോൾ ആൻറ്റി ഇന്ന് ലീവൊക്കെ എടുത്ത് നമുക്ക് വേണ്ടി ബിരിയാണി പ്രിപ്പറേഷനിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടാലോ. ആൻറ്റിയും കണ്ണനും രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളൂ. രണ്ടുപേരും ജോലിക്കും പോകും. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വരുന്നത് പ്രമാണിച്ച് ആൻറ്റി ലീവ് എടുത്ത് വയ്ക്കുക. പക്ഷെ കണ്ണൻ ഇന്ന് പോകണം കേട്ടോ. അവൻ പോയിട്ട് നേരത്തെ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചേട്ടാ ഇനി ഇറങ്ങണം, എന്നെ കാണിക്കരുതെന്നൊക്കെ പറയും കേട്ടോ. ഞാൻ നന്നായിട്ടില്ല ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരി വന്ന ഉടനെ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാട്ടർ മെലനൊക്കെ എടുത്തോണ്ട് തിന്ന്. അപ്പോൾ നമ്മൾ ഈ ചൂടത്ത് നമുക്ക് വാട്ടർ മെലനൊക്കെ ആണല്ലോ അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം ബിരിയാണിയൊക്കെ കഴിച്ചു. നമുക്കിത് വൈകിട്ട് ഒരുപാട് പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചേട്ടായിയുടെ പ്ലാന് കഴിച്ചിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. കാരണം പുള്ളിക്കാരൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. സോ ചേട്ടായി ഉറങ്ങും. നമ്മളെല്ലാം ഫുഡെല്ലാം കഴിച്ച് കുറച്ചൊരു വൈകിട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ലുലു മാളൊക്കെ പോകണം. കാരണം നമുക്ക് കുറച്ച് നമ്മുടെ ഗുരുവായൂർ പോകുന്നൊരു പ്ലാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്മലി, വള, മാല അങ്ങനെയൊക്കെ എടുക്കാനുണ്ട്. പിന്നെ ഹൈപ്പർ മാർക്കറ്റിലും കയറാനുണ്ട്. അപ്പം എങ്ങനെയാണ് തിരക്കെന്നൊക്കെ നോക്കിയിട്ടേ നമുക്ക് പോവാം. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ കയ്യിൽ നഖം വെട്ടുന്ന പിള്ളേരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മളെല്ലാം കാത്തു നിൽക്കുമായിരുന്നു. ആ നേരത്ത് നോക്കിയപ്പോൾ എല്ലാം റെഡിയായിട്ട് പോവാൻ കഥ അടച്ചതിന് ശേഷം ഒരുത്തം നിന്ന് നഖം വെട്ടുന്നു.
അപ്പോൾ ആൻറ്റി നല്ല ചീത്ത പറയുമായിരുന്നു അവന്. ഒരുങ്ങി കഴിഞ്ഞിട്ട് നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം കണ്ണനുണ്ണി. നമ്മൾ മെട്രോയിൽ പോകാനാണ് പ്ലാന്. ആൻറ്റിയുടെ വീട് എടപ്പള്ളിയിലാണ്. മെട്രോയ്ക്ക് കുറച്ച് തൊട്ടടുത്താണ്, അപ്പോൾ ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഞാനും ആൻറ്റിയും ഇതിൻ്റെ നടന്നു പോകാൻ തീരുമാനിച്ചു. കിങ്ങിണിയും കണ്ണനോടെ ഇതേപോലെ സ്കൂട്ടറിൽ പോയിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് മെട്രോയ്ക്കകത്ത് കയറി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ബിന്ദുവിൻ്റെ ഈ ഫ്ലാറ്റ് കാണിച്ച്. ഇതാണ് ബിന്ദു പണിക്കറിൻ്റെയും സായികുമാറിൻ്റെയും ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നതാണ്. അപ്പം നമ്മൾ ഇവിടെ ചങ്ങമ്പുഴ പാർക്ക് മെട്രോ സ്റ്റേഷൻ എത്തി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. സ്കൂട്ടറിലാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വരാം. അപ്പോൾ ഇവിടുന്ന് ലുലുവിൽ പോകാനാണെങ്കിൽ നമ്മൾ വേറെ വെഹിക്കിൾസ് എടുക്കുന്നതിനെക്കാട്ടി നമുക്ക് എപ്പോഴും മെട്രോ ആയിരിക്കും സൗകര്യം. കാരണം പാർക്കിങ്ങിൻ്റെ പാടൊന്നുമില്ലല്ലോ. മെട്രോ ആകുമ്പോൾ നേരിട്ടങ്ങ് ലുലുവിൻ്റെ അകത്ത് തന്നെ നമുക്ക് പോകാൻ പറ്റും. ഇവിടുന്ന് ജസ്റ്റ് 10 റുപ്പീസേ ഉള്ളൂ കേട്ടോ സ്റ്റോപ്പ് ലുലുവിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വീഡിയോഗ്രാഫർ നമ്മുടെ കിങ്ങിണിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഫാഷൻ സ്റ്റോറിലാണ് പോയത്. എല്ലാവർക്കും വള കമ്മൽ അങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനും എടുത്തു, ബിന്ദുവിൻ്റെയും എടുത്തു. സിന്ധുവിൻ്റെയും കിങ്ങിണിക്ക് പിന്നെ ഒന്നും വേണ്ട കേട്ടോ, പുള്ളിക്കകത്തേക്ക് ബുക്കൊക്കെ മതി. അതുകൊണ്ട് എന്താ വേണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറയും. ആകെ ചോദിക്കുന്നത് ബുക്ക് മേടിച്ച് തരുമെന്ന് മാത്രമാണ്. നമുക്ക് ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഫാഷൻ ഷോയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ വന്നതാണ്. പക്ഷേ അവിടുത്തെ തിരക്ക് കണ്ടിട്ട് കയറാൻ തോന്നിയില്ല. അപ്പം ഇനി വേറൊരു ദിവസം വരാൻ നമ്മളങ്ങ് തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല കിട്ടിലെ ഐസ്ക്രീമാണത്. അപ്പോൾ അത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞാൽ ആൻറ്റി പോയി ക്യൂ വെക്കുന്നത്. അതിന് തന്നെ ഒരു വമ്പൻ ക്യൂ ആയിരുന്നു. ആ നേരത്തെ ഞാനും കിങ്ങിണിയും കണ്ണനും ഒക്കെ സ്റ്റിക്ക് ഗെയിം, തം റെസ്ലിംഗ് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റിക്ക് ഗെയിമിനെ പറ്റി എനിക്ക് വലിയ പിടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഐസ്ക്രീം എല്ലാം കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പ്ലാൻ എല്ലാം ഭയങ്കരമായി ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പറയാം കേട്ടോ. ആക്ച്വലി നടന്നത് ആൻറ്റിയുടെ വയറ് ചെറുതായിട്ട് പണി തന്ന് ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്തണമെന്നുള്ള സ്പീഡിൽ ഓടുന്ന ഓട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. അല്ലെങ്കിൽ മറ്റേ ലുലു മാള് കൊട്ടാരത്തിൽ പട്ടച്ചാര ഒഴിച്ച് കൊട്ടാരം നടിച്ച പോലത്തെ അവസ്ഥയായിപ്പോയേനെ. എന്തുവേലും ഞങ്ങൾ എങ്ങനെയോ അങ്ങ് വീടെത്തി. ഒന്നും പറയണ്ട, ഒരു വല്ലാത്ത സിറ്റുവേഷനായിരുന്നു. എല്ലാം വീട്ടിൽ എത്തിയതിന് ശേഷം ചേട്ടയുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.